സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനങ്ങൾ. ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട്. പത്തനംതിട്ടയിലും റെഡ് അലേർട്ടുള്ള 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലുമായി ഇരട്ട ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് സംസ്ഥാനത്ത് മഴ കനക്കുന്നത്. അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മുഹമ്മദ് ആഷിഖ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകും. ആഷിഖ്, രാവിലെ ആഷിഖിനെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചിരുന്നു, പക്ഷെ കിട്ടിയില്ല. എന്തായാലും ഇപ്പോഴാണ് ആഷിഖിനെ കിട്ടുന്നത്. ഇടുക്കിയിൽ റെഡ് അലേർട്ടാണ്. നിരവധി അണക്കെട്ടുകളൊക്കെ ഉള്ള ജില്ലയാണ്. കാര്യമായ ജാഗ്രത പ്രത്യേകിച്ചും ഇടുക്കിയിൽ എല്ലാ കാലത്തും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇപ്പോൾ ഇടുക്കിയിലെ സാഹചര്യം? കാര്യമായ മഴ പെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് പുതിയ മുന്നറിയിപ്പുകൾ? ഷെഫുദ്ദീൻ ജിൽസി, ജില്ലയിൽ ചുമന്ന അലർട്ടാണ് നിലനിൽക്കുന്നതെങ്കിലും ആ നിലയിൽ ശക്തമായ മഴ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഹൈറേഞ്ചിലും ലോ റേഞ്ചിലും ഇന്നലെ രാത്രിയടക്കം മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. നേരം പുലർന്ന ഇത്ര നേരമായിട്ടും മഴ പെയ്തിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. അതേസമയം റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ കടുത്ത ജാഗ്രതാ നടപടികൾ ജില്ലയിൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 മണി മുതൽ മറ്റന്നാൾ 6 മണി വരെ രാത്രികാലങ്ങളിൽ മലയോരങ്ങളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും ജില്ലാ ഭരണകൂടം നിരോധിച്ചിരിക്കുകയാണ്. കൂടാതെ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. റെസിഡൻഷ്യൽ സ്ഥാപനങ്ങൾ ഒഴികെയുള്ള മറ്റുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ജില്ലയിൽ ഇന്ന് ജില്ലാ ശാസ്ത്രോത്സവം അടക്കമുള്ള പരിപാടികൾ നടക്കാനിരിക്കുകയായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിക്കുന്ന അത്തരം പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരും അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സാഹസിക വിനോദങ്ങൾക്കും ഖനന പ്രവർത്തനങ്ങൾക്കും അടക്കം നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. തോട്ടം മേഖലയിൽ പകൽ സമയങ്ങളിൽ ജോലിക്കെത്തരുത് എന്ന് തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികളോടും തൊഴിലിടങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ നൽകിയിട്ടുള്ളത്. അതേസമയം ജില്ലയിൽ മുല്ലപ്പെരിയാർ, കല്ലാർകുട്ടി, മലങ്കര, പാമ്പള, പൊന്മുടി അണക്കെട്ടുകൾ തുറന്നു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 138.10 അടിയാണ് ഇന്ന് രാവിലത്തെ കണക്കുകൾ വരുമ്പോൾ. ഇപ്പോഴും റൂൾ കർവിന് താഴേക്ക് ജലനിരപ്പ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മുല്ലപ്പെരിയാറിൽ നിന്ന് പറയാനുള്ളത്. എന്തായാലും 13 ഷട്ടറുകൾ ഇപ്പോഴും തുറന്നു വെച്ചിരിക്കുകയാണ്. തമിഴ്നാട്ടിലേക്കും ജലം പരമാവധി ഒഴുകിക്കൊണ്ട് പോകുന്നുണ്ട്. റൂൾ കർവിന് താഴേക്ക് ജലനിരപ്പ് എത്തിയാൽ ഷട്ടറുകളെല്ലാം താഴ്ത്താനാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം.